സിനിമ ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം സിനിമ എപ്പോഴും ഉയർച്ച താഴ്ചകൾ, ഇപ്പോൾ ഇന്ന് സിനിമ ഉണ്ടാവും, ചിലപ്പോൾ നാളെ നമുക്ക് വരുമാനങ്ങളെ ഉണ്ടാവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി സിനിമയിൽ തന്നെ എന്ന് തീരുമാനിച്ചത്? ഞാൻ വന്നു തുടങ്ങിയത് അഗ്നിസാക്ഷിയിലാണല്ലോ. അത് കഴിഞ്ഞിട്ടൊന്നും പിന്നെ അഭിനയിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൈരളിയിലൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിക്കണു, അടുക്കളപ്പുറം എന്നൊരു പ്രോഗ്രാമിന് വിളിക്കണു. അത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അന്ന് ഒരു 7 days അങ്ങോട്ടും ആയിട്ടുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കോള് വരുന്നതും. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഷൂട്ട് തുടങ്ങി. അങ്ങനെ അതിലൂടെയാണ് പിന്നെ ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങുന്നത്. ഈ നിഷാ ശാരംഗ് എന്നുള്ള പേര് പോലും വരുന്നത് അതിലൂടെയാണ് ഫസ്റ്റ് വരുന്നത്. അവിടെയാണ് പേര് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. അതിൽ കൈരളിയിലൂടെയാണ് നിഷാ ശാരംഗ് ആക്കി തുടങ്ങിയത്. അതുവരെ അങ്ങനെ ശാരംഗ് എന്നുള്ള ഇത് ഇട്ടിട്ടില്ല. അപ്പോൾ വന്നു. ആ പ്രോഗ്രാം വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതിലൂടെ വന്ന് പിന്നെ അങ്ങനെ ഒരുപാട് സീരിയൽസും സിനിമയും ഒക്കെ ചെയ്തു തുടങ്ങി. കാഴ്ചയൊക്കെ അതിന് ശേഷം ചെയ്തതാണ്. അങ്ങനെ പിന്നെ മൂവിയും ഒക്കെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങി. അങ്ങനെ പോയി എന്തോ എവിടെയോ എനിക്കെപ്പോഴും ഞാൻ ഒരിക്കൽ പോലും പലപ്പോഴും പല ആൾക്കാർക്ക് പകരമായിട്ടായിരിക്കും എന്നെ വിളിക്കണേ ആ ടൈമിലൊക്കെ. ഇപ്പോൾ ഒരാളെ വിളിച്ച് അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ടൈമിൽ ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും വരുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പകരക്കാരിയായിട്ടാണ് ഞാൻ പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നത്. പകരക്കാരിയായിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പകരക്കാരിയായിട്ട് വരാൻ പറ്റാന്നുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതെ അതെ, ഞാനതാണ് പറയാം, നമ്മളിലേക്ക് വിധി അല്ലേ കൊണ്ട് എത്തിക്കുകയാണ് ശരിക്കും ചേച്ചിക്കുള്ളതായിരുന്നു. അതെ അതെ അതെ, എനിക്ക് വന്ന എല്ലാ കഥാപാത്രങ്ങളും ഒരു പക്ഷെ ഒരുവിധം ഇപ്പൊ വരുന്നതല്ല, നേരത്തെ വന്നിട്ടുള്ളത്. ഇപ്പൊ വന്നതൊക്കെ നമ്മളെ തന്നെ വിളിച്ചിട്ട് നേരത്തെ വന്നിട്ടുള്ളതെല്ലാം പകരക്കാരിയായിട്ട് തന്നെ. ഇപ്പോൾ അടുക്കളപ്പുറത്തിൽ പോലും അങ്ങനെയായിരുന്നു. വേറൊരാളായിരുന്നു ആ കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്നത്. അത് അവർക്ക് മാറേണ്ടി മാറാൻ എനിക്കറിയില്ല. പക്ഷെ അവർക്ക് പകരമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു പകരക്കാരിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പകരക്കാരിയായിട്ട് ഇങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി. പിന്നെ പകരക്കാരി അല്ലാത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ തന്നെ വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ എഴുതുമ്പോൾ പോലും നമ്മളെ മനസ്സിൽ എഴുതിയിട്ട് വിളിക്കുന്ന പോലും ഇപ്പൊ വന്നു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ദൈവനിശ്ചയമാണ് അല്ലേ. ഇപ്പൊ നമുക്ക് ചാൻസും ഉണ്ട്, ചോയ്സും ഉണ്ട്. ചോയ്സ് എന്ന് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ചാൻസ് ദൈവം തരുന്നതാണ് അല്ലേ. ചാൻസ് എപ്പോഴും ദൈവം തരുന്നത്. ചോയ്സ് നമുക്കിപ്പോൾ കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ചോയ്സാണ് അത് നമ്മൾ അല്ലേ. ചാൻസ് ദൈവം തരുന്നത്, മറ്റേത് ചോയ്സാണ്. അപ്പം നല്ലതാവണോ ചീത്തയാവണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ചാൻസിലൂടെ മാത്രം പിടിച്ച് കയറി വന്നു ഇങ്ങനെ രക്ഷപ്പെട്ടു.